നമ്മളിന്നൊരു ചമ്മന്തി കേട്ടോ ചെയ്യാൻ പോന്നെ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ചമ്മന്തിക്ക് ഇതേ ഒരു 2 സ്പൂൺ മല്ലി, പിന്നെ നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ഉലുവ, പിന്നെ കടുക്, ഒരു ടീസ്പൂണോളം കടുക് കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ കൂടെ ഇതേ മുളകും കൂടി, കാശ്മീരി മുളകും മറ്റേ നോർമൽ മുളകും മിക്സ് ചെയ്തിട്ട് എടുത്തങ്ങനെ ഒന്ന് ചൂടാക്കി പൊടിക്കണം. നമുക്ക് ഈ പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പുളി ഒന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത്. അതിലേക്ക് ഇതേ ചെറിയ ഉള്ളി 2 പിടി, പിന്നെ ഒരു 3 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ആഫ്രിക്കൻ മല്ലിയും നോർമൽ മല്ലി, ഇത് രണ്ടും കൂടി ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട്. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. മല്ലിയുടെ ഇല അതും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ വറുത്ത മസാല ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. മല്ലിയും കടുകും മറ്റേ ഉലുവയും പിന്നെ മുളകും കൂടിയിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്തെടുത്ത പുളിയും ഈ ഉള്ളിയും മല്ലിയുടെ ഇലയൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കാം. ബാക്കി പൊടി ഞാൻ അതവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വറുത്തെടുത്ത പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഒന്ന് വറുത്തിടാനുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. ഒന്ന് പൊട്ടി വെച്ചാൽ ഒരു മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം, കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഉള്ളിയുടെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പുളിയൊക്കെ കൂടി അരച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂണ്. പിന്നെ നമ്മൾ മുളക് ചേർത്തുണ്ട്, പക്ഷെ ഒന്നും കൂടി ഒരു കളറിന് വേണ്ടി കുറച്ചും കൂടി മുളക്, ചമ്മന്തിയാണല്ലോ അപ്പം എരിവ് വേണമല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ട് കേട്ടോ. ഇനി അത് കൂട്ടി നമുക്കൊന്ന് ഊണ് വെച്ച് നോക്കാം. നല്ല അടിപൊളി ചമ്മന്തി കേട്ടോ. നമുക്ക് യാത്രകളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. അതേപോലെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ, ദോശ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്.